ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തി. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ഒരു പദ്ധതി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ പേര് എന്ന് പറയുന്നത് പുലരി എന്നാണ് പരിപാടിയുടെ പേര്. അപ്പൊ എന്താണ് പുലരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ലൈംഗികമായി പകരുന്ന അണുബാധ നിയന്ത്രണ പരിപാടിയാണ് പുലരി എന്ന് പറയുന്നത്. കേരളത്തിലെ ലൈംഗികമായിട്ട് പകരുന്ന അണുബാധ നിയന്ത്രണ പരിപാടിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന പുലരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പുലരി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലൈംഗികമായിട്ട് പകരുന്ന അണുബാധ നിയന്ത്രണ പരിപാടിയാണ് പുലരി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ജീവനേകാം ജീവനാകാം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ജീവനേകാം ജീവനാകാം എന്ന് പറയുന്ന പരിപാടി നമ്മുടെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. ആ ഒരു പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പരിപാടി വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ മാധ്യമ പ്രചരണ പരിപാടിയാണ്. ഇതെന്ന് പറയുന്നത് സാമൂഹിക മാധ്യമ പ്രചരണ പരിപാടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സാമൂഹിക മാധ്യമ പ്രചരണ പരിപാടിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്? സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായിട്ട് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചരണ പരിപാടിയാണ് ജീവനേകാം ജീവനാകാം എന്ന് പറയുന്ന ഈ ഒരു പരിപാടി. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ആരാണ് ഇത് സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ആ ഒരു പരിപാടിയുടെ പേര് ജീവനേകാം ജീവനാകാം എന്ന പരിപാടിയാണ്. മൃതസഞ്ജീവനി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒക്കെ ഉണ്ട്, ആ ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായിട്ട് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചരണ പരിപാടിയുടെ പേര് ചോദിച്ചാൽ ജീവനേകാം ജീവനാകാം എന്നാണ്. 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഒന്ന് പുലരി നമ്മൾ പഠിച്ചു. കേരളത്തിലെ ലൈംഗികമായിട്ട് പകരുന്ന അണുബാധ നിയന്ത്രണ പരിപാടിയാണ് പുലരി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ജീവനേകാം ജീവനാകാം എന്ന് പറയുന്ന പരിപാടി. നമ്മൾ അടുത്തയായിട്ട് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഉഷസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഉഷസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് ആരാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്. ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഉഷസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. HIV ബാധിത സമൂഹത്തിനായുള്ള പരിചരണം, പിന്തുണ, ചികിത്സാ സേവനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് HIV എയ്ഡ്സ് ബാധിതരുടെ അതിജീവനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉഷസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളോട് പരിചയപ്പെട്ട എന്താണ് ഉഷസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമാണ് നമ്മളോട് പരിചയപ്പെട്ടത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. HIV ബാധിത സമൂഹത്തിനായുള്ള പരിചരണം, പിന്തുണ, ചികിത്സാ സേവനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് HIV എയ്ഡ്സ് ബാധിതരുടെ അതിജീവനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്ന കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോഗ്രാമാണ് ഉഷസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ഉഷസ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. HIV ബാധിത സമൂഹത്തിനായുള്ള പരിചരണം, പിന്തുണ, ചികിത്സാ സേവനങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് HIV എയ്ഡ്സ് ബാധിതരുടെ അതിജീവനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്ന കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോഗ്രാമാണ് ഉഷസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പല പരീക്ഷയിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ്, ഒരു ക്യാമ്പയിനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത്. ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ഹരിത കേരള മിഷന്റെ ഒരു ക്യാമ്പയിനാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹരിത കേരള മിഷന്റെ ഒരു ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ജലസുരക്ഷ, അതുപോലെ തന്നെ സംരക്ഷണം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് അത് ലക്ഷ്യമാക്കിക്കൊണ്ടിട്ടുള്ള ഹരിത കേരള മിഷന്റെ ഒരു ക്യാമ്പയിനാണ് ഇതെന്ന് പറയുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത്. വെള്ളായണി കായലിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വെള്ളായണി കായലിന്റെ സംരക്ഷണമൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ്. ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, ഇത് ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്.
ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ജലസുരക്ഷ, സംരക്ഷണം ഇതൊക്കെ മുൻനിർത്തി നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത്. ഇത് പല പരീക്ഷകളിലും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിനാവ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കിനാവ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് കിനാവ് എന്ന് പറയുന്ന പദ്ധതി? ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കിനാവ് എന്ന് പറയുന്ന പദ്ധതി ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കിനാവ് എന്ന് പറയുന്ന പദ്ധതി. ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, അനിമേഷൻ തുടങ്ങിയവയിൽ 100 പേർക്ക് പരിശീലനം നൽകും ഈ ഒരു പദ്ധതിയിലൂടെ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് കിനാവ് എന്ന് പറയുന്ന പദ്ധതി? ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ദൃശ്യ സാങ്കേതിക വിദ്യയിൽ ഇവരെ എന്താണ് നൈപുണ്യമുള്ളവരാക്കി മാറ്റുക. അതായത് ഇവർക്ക് ഈ പറയുന്ന ക്യാമറയിലും അതുപോലെ തന്നെ എഡിറ്റിങ്ങിലും ഗ്രാഫിക്സിലും അനിമേഷനിലും ഒക്കെ എന്ത് ചെയ്യുക, പരിശീലനം നൽകുക. 100 പേർക്ക് പരിശീലനം നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതി തുടക്കത്തിൽ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ കിനാവ് എന്ന് പറയുന്ന പദ്ധതി ഓർത്തിരിക്കാം. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് കിനാവ് എന്ന പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് ട്രെൻഡ് എന്ന് പറയുന്ന പദ്ധതി. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ട്രെൻഡ് എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ ആർക്കാണ് പരിശീലനം നൽകുന്നത്? അധ്യാപകർക്കാണ്. ആർക്കാണ് പരിശീലനം നൽകുന്നത്? അധ്യാപകർക്കാണ് പരിശീലനം നൽകുന്നത്. എന്തിലാണ് പരിശീലനം നൽകുന്നത്? ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിലാണ്. എന്തിനാണ്? ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിലാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, നമ്മളിവിടെ പരിചയപ്പെട്ട പദ്ധതിയുടെ പേര് ട്രെൻഡ് എന്നതാണ് പദ്ധതിയുടെ പേര്. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ടെക് റെഡി എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നതാണ് ട്രെൻഡ് എന്നതിന്റെ പൂർണ്ണരൂപം. ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക്സ് ഇൻ ഡിസ്ട്രിക്ട്സ്. ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നതാണ് ട്രെൻഡ് എന്നതിന്റെ പൂർണ്ണരൂപം. ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ്, ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നതാണ് ട്രെൻഡ് എന്നതിന്റെ പൂർണ്ണരൂപം. അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതി? ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ട്രെൻഡ് എന്ന് പറയുന്ന പദ്ധതി. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന നവോത്ഥാൻ പദ്ധതിയാണ്. നവോത്ഥാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമി, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി, ഇവിടെയൊക്കെ അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നമ്മുടെ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമി, വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമി, അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി, സർക്കാർ ഭൂമി, സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി, സ്ഥാപനങ്ങളുടെ ഭൂമി, സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി, ഇവിടങ്ങളിലൊക്കെ എന്താണ് അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുക. ആ ഒരു പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പറയുന്ന പദ്ധതി. നവോത്ഥാൻ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നവോത്ഥാൻ പദ്ധതിയാണ്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പറയുന്ന പദ്ധതി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫിനിക്സ് എന്നതാണ് നമ്മുടെ പദ്ധതിയുടെ പേര്. ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫിനിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ഫിനിക്സ് എന്ന് പറയുന്നത്? ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫിനിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ ഫിനിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ് ഓപ്പറേഷൻ ഫിനിക്സ് എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്
ഉള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫിനിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത നമ്മളിവിടെ പരിചയപ്പെടുന്നത് വനാമൃതം എന്ന് പറയുന്ന പദ്ധതിയാണ്. വനാമൃതം എന്ന് പറയുന്ന പദ്ധതി അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാന മാർഗം വാഗ്ദാനം ചെയ്യുന്ന വനവകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പോൾ വനാമൃതം എന്ന് പറയുന്ന പദ്ധതി വനവകുപ്പിന് കീഴിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. വനം വകുപ്പിന് കീഴിലാണ്. അതേപോലെ തന്നെ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗം അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാന മാർഗം വാഗ്ദാനം ചെയ്യുന്ന വനവകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വനാമൃതം എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വനാമൃതം എന്ന് പറയുന്ന പദ്ധതിയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാന മാർഗം വാഗ്ദാനം ചെയ്യുന്ന വനവകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വനാമൃതം എന്ന് പറയുന്ന പദ്ധതി. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട വരുമാന മാർഗം വാഗ്ദാനം ചെയ്യുന്ന വനവകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വനാമൃതം എന്ന പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതിയിലൂടെ ഈ പറയുന്ന ഈ അട്ടപ്പാടിയിലുള്ള ആദിവാസി വിഭാഗക്കാരുടെ പൂർവിക ഭൂമി പരിപാലിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലമുറകളായിട്ട് ആദിവാസി വിഭാഗത്തിന്റെ ഭാഗമായ പാരമ്പര്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ശേഖരണം ഒക്കെ എന്താണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ തന്നെ ഈ പറയുന്ന അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വരുമാനം വാഗ്ദാനം ചെയ്യുക, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വനാമൃതം എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാന മാർഗം വാഗ്ദാനം ചെയ്യുന്ന വനവകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വനാമൃതം എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി അവരുടെ പൂർവിക ഭൂമി പരിപാലിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും സഹായിക്കുന്നു. തലമുറകളായി ആദിവാസി ജീവിതത്തിന്റെ ഭാഗമായ പാരമ്പര്യമായ ഔഷധ സസ്യങ്ങളുടെ ശേഖരണത്തിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വനാമൃതം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന കേര എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കേര എന്ന് പറയുന്ന പദ്ധതി കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായിട്ട് ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ, ആരുടെ സാമ്പത്തിക സഹായത്തോടെയാണ്? ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കൃഷി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. നമ്മളിവിടെ പരിചയപ്പെട്ട കേര എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് ഇവിടെ കേര എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്? കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുകയും ചെയ്യുക. കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായിട്ട് ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കൃഷി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേര എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് കേര എന്ന പദ്ധതിയാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനും ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കൃഷി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേര എന്ന് പറയുന്ന പദ്ധതി. കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായി ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കൃഷി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേര എന്നാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാർഗദീപം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8ാം ക്ലാസ് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന മാർഗദീപം എന്ന് പറയുന്നത്. സ്കോളർഷിപ്പാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് മാർഗദീപം എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇത് 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് മാർഗദീപം പദ്ധതി എന്താണെന്നാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം. അടുത്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് ഈ ഒരു പദ്ധതി. ശിശു വികസന വകുപ്പിന് കീഴിലാണ് ഈ ഒരു പദ്ധതി വരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതി? ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള
പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായം, സൗജന്യ കൗൺസിലിംഗ് ഇതൊക്കെ ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള പദ്ധതിയുടെ പേരെന്താണ്? കാതോർത്ത് എന്നാണ് പദ്ധതിയുടെ പേര്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നതാണ് നമ്മുടെ പദ്ധതിയുടെ പേര്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ക്യാമ്പയിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണിത്? ഇതൊരു ക്യാമ്പയിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? സംസ്ഥാന ആരോഗ്യ വകുപ്പാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇനി ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജു വാര്യറാണ്. നമ്മുടെ മഞ്ജു വാര്യരാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഞ്ജു വാര്യരാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് വെച്ചാൽ മഞ്ജു വാര്യരാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഞ്ജു വാര്യരാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഈ അടുത്ത് നടന്ന പരീക്ഷ ചോദിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇ ക്യൂബ് എന്ന് പറയുന്ന പദ്ധതി. ഇ ക്യൂബ് എന്ന് പറയുന്ന പദ്ധതി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പദ്ധതി സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കുന്നത്. ഇത് പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതുവിദ്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം എന്താണ്? ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇ ക്യൂബ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഇ ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇ ക്യൂബ് ഇങ്ങനെയാണ് ശരിക്കും വരിക. ഇ ക്യൂബ് എന്നാണ് എഴുതുക. അതായത് 3 കാര്യങ്ങളാണ്. ഒന്ന് എൻജോയ്, അടുത്തത് എൻഹാൻസ് ആൻഡ് എൻറിച്ച്. ഇതാണ് ശരിക്കും ആ ഒരു ഇ ക്യൂബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളോട് പരിചയപ്പെട്ടത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ ക്യൂബ്. ഇ ക്യൂബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എൻജോയ്, എൻഹാൻസ് ആൻഡ് എൻറിച്ച് എന്നാണ്. എൻജോയ്, എൻഹാൻസ് ആൻഡ് എൻറിച്ച്. ഇത് ഈ അടുത്ത പരീക്ഷ ചോദിച്ചു കഴിഞ്ഞു. എന്താണ് നമ്മുടെ ചോദ്യം? പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്നായിരുന്നു ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഇ ക്യൂബ് എന്നാണ്. ഇ ക്യൂബ് എന്നതിന്റെ പൂർണ്ണരൂപം എൻജോയ്, അതേപോലെ എൻഹാൻസ് ആൻഡ് എൻറിച്ച് എന്നാണ്. എൻജോയ്, എൻഹാൻസ് ആൻഡ് എൻറിച്ച് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇനി 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് കൈറ്റാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കൈറ്റ് ഇവരാണ് ഇത് നടപ്പിലാക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിന് നേതൃത്വം കൊടുക്കുന്നത് കൈറ്റാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. എൻജോയ്, എൻഹാൻസ്, എൻറിച്ച് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇ ക്യൂബ്. ഇ ക്യൂബ് എന്നതിൽ എൻജോയ്, എൻഹാൻസ്, എൻറിച്ച് എന്നാണ് ഇ ക്യൂബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് കൈറ്റാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൈറ്റ് വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു പദ്ധതി പഠിക്കുകയുണ്ടായിരുന്നു, മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി അതെന്തായിരുന്നു? ഗണിത പഠനത്തിൽ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായിട്ട് സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ കെ ഡിസ്ക് ആണ് വരുന്നത്. അപ്പൊ ഗണിത പഠനവുമായി ബന്ധപ്പെട്ടതാണ് മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ ഇ ക്യൂബ് ആണ്. ഇ ക്യൂബ് ഇംഗ്ലീഷ്, അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇ ക്യൂബ്. ഗണിത പഠനത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ്
മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു പദ്ധതിയിലേക്ക് വരാം. എൻപ്രൗഡ് എന്നതാണ് പദ്ധതിയുടെ പേര്. ഓർത്തിരിക്കുക, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്ന അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് എൻപ്രൗഡ് എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതിയുടെ പേരെന്താണ്? എൻപ്രൗഡ് എന്നാണ് പദ്ധതിയുടെ പേര്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ചിട്ട് സംസ്കരിക്കുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എൻപ്രൗഡ് എന്ന് പറയുന്ന പദ്ധതി. എൻപ്രൗഡ് എന്നാണ് പദ്ധതിയുടെ പേര്. എൻപ്രൗഡ് എന്നാണ് പദ്ധതിയുടെ പേര്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് എൻപ്രൗഡ് എന്നതിന്റെ പൂർണ്ണ രൂപം. അപ്പൊ എന്താണ്? കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ അത് ശാസ്ത്രീയമായിട്ട് ശേഖരിച്ചിട്ട് സംസ്കരിക്കുന്നതിനായിട്ട് ആര് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്? സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കൺട്രോൾ വകുപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, പരിചയപ്പെട്ട പദ്ധതിയുടെ പേര് എൻപ്രൗഡ് എന്നാണ്. എൻപ്രൗഡ് എന്നതിന്റെ പൂർണ്ണ രൂപം ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ്. ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എൻപ്രൗഡ് എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനും ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. അപ്പൊ ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഉള്ളിയേരി പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്തിലുമാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എൻപ്രൗഡ് എന്ന് പറയുന്ന പദ്ധതിയാണ്. എൻപ്രൗഡ് എന്നതിന്റെ പൂർണ്ണ രൂപം ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് എൻപ്രൗഡ് എന്നതിന്റെ പൂർണ്ണ രൂപം. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എൻപ്രൗഡ് എന്ന് പറയുന്ന പദ്ധതി. ആദ്യമായിട്ട് എൻപ്രൗഡ് പദ്ധതി നടപ്പിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. ഇത് കുടുംബശ്രീ സ്നേഹിത എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രത്തിന്റെ പേരാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബശ്രീ കീഴിലുള്ള ഒരു അഭയ കേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് സ്നേഹിത എന്ന് പറയുന്നത് ഒരു അഭയ കേന്ദ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന അഭയ കേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത്. അതായത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള ഒരു അഭയ കേന്ദ്രമാണ് സ്നേഹിത. അപ്പൊ കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയ കേന്ദ്രമാണ് ഇത് സ്നേഹിത എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ സാമൂഹിക ഇടം സൃഷ്ടിക്കാനും ഉപജീവനത്തിനും അതിജീവനത്തിനും പിന്തുണ നൽകാനും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും എന്താണ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ എന്താണ് ജെൻഡർ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് സ്നേഹിത എന്ന് പറയുന്ന അഭയ കേന്ദ്രത്തെ കുറിച്ചാണ്. കുടുംബശ്രീയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണമൊക്കെ ആയിട്ട് മുൻനിർത്തിക്കൊണ്ട് കുടുംബശ്രീ തുടക്കം കുറിച്ചാണ് സ്നേഹിത എന്ന് പറയുന്ന അഭയ കേന്ദ്രം. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും എന്താണ് ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയ കേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ സാമൂഹിക ഇടം സൃഷ്ടിക്കാനും ഉപജീവനത്തിനും അതിജീവനത്തിനും പിന്തുണ നൽകാനും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും എന്താണ് സഹായിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കുളിർമ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കുളിർമ എന്ന പദ്ധതി കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കുളിർമ എന്ന് പറയുന്ന പദ്ധതി. കുളിർമ എന്ന് പറയുന്ന പദ്ധതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കെട്ടിടങ്ങളിലൊക്കെ കൂൾ റൂഫ് സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ കൂൾ റൂഫ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് കുറയ്ക്കുക. അതുവഴി ഫാനുകളുടെയും അതോടൊപ്പം തന്നെ എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് കുളിർമ എന്ന് പറയുന്ന പദ്ധതി. അടുത്ത ഒരു പദ്ധതിയാണ് ഇൻസ്പയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി എന്താണ്
ലക്ഷ്യം വെക്കുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. ഇവർക്ക് എന്താണ്? ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. അപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ചേർന്നിട്ടാണ്? ഒന്ന് കുടുംബശ്രീയാണ്, അതേപോലെ തന്നെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി. കുടുംബശ്രീയോടൊപ്പം ഉള്ളതാരാണ്? യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ചേർന്നിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി? ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീയും അതേപോലെ തന്നെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി. അടുത്ത നമ്മുടെ പദ്ധതി കുരുവിക്കൊരു കൂട് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഇത് എന്താണ്? അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണാർത്ഥം നടപ്പാക്കുന്ന പദ്ധതിയാണ്. കുരുവികളുടെ സംരക്ഷണാർത്ഥം നടപ്പാക്കുന്ന പദ്ധതിയാണ്. സംരക്ഷണാർത്ഥം നടപ്പാക്കുന്ന പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് എന്ന് പറയുന്ന പദ്ധതി. അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണാർത്ഥം നടപ്പാക്കുന്ന പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് എന്ന പദ്ധതി. നമ്മളോട് പരിചയപ്പെടുന്ന അടുത്ത പദ്ധതി എന്ന് പറയുന്നത് വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാൻ വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന വനവകുപ്പിന്റെ പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാനായിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ ലഭ്യമാക്കുന്ന വനവകുപ്പിന്റെ പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന പദ്ധതി. അടുത്ത പദ്ധതിയുടെ പേര് ജീവൻ ദീപം ഒരുമ എന്നതാണ് പദ്ധതിയുടെ പേര്. ജീവൻ ദീപം ഒരുമ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ഇവിടെ പറയുന്നത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് നമ്മളോട് പരിചയപ്പെട്ട ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി പഠിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതിയാണ്. ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി അയൽക്കൂട്ട അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയും അതിനോടൊപ്പം തന്നെ ആരുണ്ട്? നമ്മുടെ LIC ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ട്, പിന്നെ കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും ഉണ്ട്. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ഇവർ മൂന്നുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കുടുംബശ്രീയിലെ അയൽക്കൂട്ടം ഉണ്ടല്ലോ, ആ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ, LIC, കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ഇതെല്ലാം ചേർന്നിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി. പദ്ധതിയുടെ പേര് ജീവൻ ദീപം ഒരുമ എന്നതാണ് പദ്ധതിയുടെ പേര്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള വാട്സാപ്പ് നമ്പറിന്റെ ലോഞ്ചിങ്, സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ. ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MB രാജേഷ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്.
ഈ പിഴത്തുകയുടെ ഇവർക്ക് ഈടാക്കുന്ന പിഴത്തുകയുടെ 25% നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്നയാൾക്ക് പാരിതോഷികവും കിട്ടും. പാരിതോഷികവും കിട്ടുമെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ ഈ പരാതിയൊക്കെ അറിയിക്കേണ്ട ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്. അത് 9466700800 എന്നതാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് സ്വച്ഛത സേവാ ക്യാമ്പയിൻ എന്ന് പറയുന്നതാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് MB രാജേഷ് ആണ്. സ്വച്ഛത സേവാ ക്യാമ്പയിൻ എന്താണ്? സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ഒരു വാട്സാപ്പ് നമ്പറിന്റെ ലോഞ്ചിങ് ആണ് സ്വച്ഛത സേവാ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് MB രാജേഷ് ആണ്. പിഴത്തുകയുടെ 25% എന്താണ്? പാരിതോഷികമായിട്ട് ഈ വിളിച്ചു പറയുന്ന ആൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പരാതി അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ 9466700800 എന്നാണ്. 9466700800 9466700800 എന്നാണ് ഈ ഒരു വാട്സാപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ദീപ്തി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, ഒരു സാക്ഷരതാ പരിപാടിയാണ് ദീപ്തി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാഴ്ചവൈകല്യമുള്ള വ്യക്തികൾക്ക് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ബ്രെയിലി സാക്ഷരതാ പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? ദീപ്തി എന്ന് പറയുന്നത് ബ്രെയിലി സാക്ഷരതാ പരിപാടി. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കാഴ്ചവൈകല്യമുള്ള വ്യക്തികൾക്ക് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ബ്രെയിലി സാക്ഷരതാ പരിപാടിയാണ് ദീപ്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കാഴ്ചവൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ടതാണ് ദീപ്തി എന്ന് പറയുന്ന ഈ ഒരു സാക്ഷരതാ പരിപാടി. കാഴ്ചവൈകല്യമുള്ള വ്യക്തികൾക്ക് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ബ്രെയിലി സാക്ഷരതാ പരിപാടിയാണ് നമ്മൾ ഈ പറയുന്ന ദീപ്തി എന്ന് പറയുന്നത്. അടുത്തത് കമ്മ്യൂണിക്കോർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. തദ്ദേശ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യം നൽകുക. അപ്പൊ തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും അതേപോലെ തന്നെ യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇ-ക്യൂബ് എന്ന് പറയുന്ന ഒരു പദ്ധതി പഠിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇ-ക്യൂബ്. എൻജോയ്, എൻഹാൻസ്, എൻറിച്ച് എന്നാണ് ഇ-ക്യൂബ്. അതേപോലെ തന്നെ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൈറ്റ് ആണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കമ്മ്യൂണിക്കോർ എന്ന് പറയുന്ന പദ്ധതിയാണ്. തദ്ദേശ മേഖലയിലെ കുട്ടികൾക്കും അതോടൊപ്പം യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ എന്ന് പറയുന്ന പദ്ധതി. ഇത് നമ്മൾ നിത്യേന കേൾക്കുന്ന ഒരു പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി. കുഷ്ഠരോഗ നിർണയത്തിനുള്ള ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അശ്വമേധം എന്ന് പറയുന്നത്. കുഷ്ഠരോഗ നിർണയത്തിനായിട്ടുള്ള ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം എന്ന് പറഞ്ഞാൽ. കുഷ്ഠരോഗ നിർണയത്തിന് ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതിയാണ്. ന്യൂനതകളോടും പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പൊ ഭിന്നശേഷി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവര് ഈ പറയുന്ന ന്യൂനതകളോടൊക്കെ പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഒറ്റത്തവണ ക്യാഷ് അവാർഡാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന വിജയാമൃതം എന്ന് പറയുന്നത്. അപ്പൊ വിജയാമൃതം എന്ന് പറയുന്നത് ന്യൂനതകളോട് പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി. അടുത്ത നമ്മൾ പഠിക്കുന്ന സമന്വയ എന്ന് പറയുന്ന പദ്ധതിയാണ്. അതിദരിദ്രരല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്ന. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടതാണ് അതിദരിദ്രരല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അതിദരിദ്രരില്ലാത്തതും അതേപോലെ തന്നെ
വയോജന ഭിന്നശേഷി സൗഹൃദവും വയോജന അതേപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദവുമായ ഭിന്നശേഷി സൗഹൃദവുമായ ഒരു നഗരം സൃഷ്ടിക്കുക, സൗഹൃദവുമായിട്ടുള്ള നഗരം സൃഷ്ടിക്കുക. ആ ഒരു ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പദ്ധതിയാണ് ഇത് സമന്വയ എന്ന് പറയുന്ന പദ്ധതി. അതിദരിദ്രരില്ലാത്തതും അതേപോലെ വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് കോഴിക്കോടാണ്. ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് എവിടെയാണ്? കോഴിക്കോടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. കോഴിക്കോടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പദ്ധതിയാണ് സമന്വയ. പദ്ധതി നിലവിൽ കൊണ്ടുവരുന്നത് എവിടെയാണ്? കോഴിക്കോടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കുന്ന സമഗ്രമായ ഒരു കർമ്മ പദ്ധതിയാണ് ഇത് കൃഷി സമൃദ്ധി എന്ന് പറയുന്നത്. കൃഷി സമൃദ്ധി എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2025 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് കൃഷി സമൃദ്ധി. ഉദ്ഘാടനം ചെയ്ത് 2025 ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഇനി ഈ ഒരു പദ്ധതിയിലൂടെ എന്തെല്ലാമാണ് ലക്ഷ്യം വെക്കുന്നത്? കാർഷിക സാക്ഷരതാ യജ്ഞം. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക സാക്ഷരതാ യജ്ഞമാണ്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക സാക്ഷരതാ യജ്ഞം എന്നതാണ്. ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? കാർഷിക സാക്ഷരതാ യജ്ഞമാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് കൃഷി സമൃദ്ധി എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് 2025 ഫെബ്രുവരി 1-നാണ്. ഇതിന്റെ കുറച്ച് ലക്ഷ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊരു ലക്ഷ്യം നമ്മളോട് പരിചയപ്പെട്ടു, കാർഷിക സാക്ഷരതാ യജ്ഞം, ഒന്നാമത്തെ ലക്ഷ്യം. ഇനി ഭക്ഷ്യവിള ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. അപ്പൊ നമ്മൾ ഭക്ഷ്യവിളയുടെ ഉൽപാദനത്തിൽ എന്താണ്? സ്വയം പര്യാപ്തത. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക സാക്ഷരതാ യജ്ഞമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത, ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് യോഗ്യമായ മുഴുവൻ സ്ഥലങ്ങളിൽ എന്താണ്? കൃഷി വ്യാപിപ്പിക്കുക. യോഗ്യമായ മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുക എന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അതിലൂടെ എന്ത് ചെയ്യുക? വരുമാനം ഇരട്ടിപ്പിക്കുക, വരുമാനം ഇരട്ടിയാക്കുക. അപ്പൊ അതിന്റെ നാലാമത്തെ ലക്ഷ്യം എന്താണ്? വരുമാനം ഇരട്ടിയാക്കുക. വരുമാനം എന്ത് ചെയ്യുക? ഇരട്ടിയാക്കുക. അപ്പൊ നമ്മൾ 4 ലക്ഷ്യങ്ങൾ പറഞ്ഞു. ഒന്ന് കാർഷിക സാക്ഷരതാ യജ്ഞം, മറ്റൊന്ന് ഭക്ഷ്യവിള ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത, പിന്നെ മൂന്നാമത് നമ്മൾ പരിചയപ്പെട്ടത് യോഗ്യമായ മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുക, വരുമാനം ഇരട്ടിയാക്കുക. ഇനി അടുത്തത് യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഈ കാർഷിക മേഖല എന്ത് ചെയ്യുക? യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ ശക്തമാക്കുക. അടുത്ത ലക്ഷ്യം പറയുന്നത് പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ ശക്തമാക്കുക. വിപണന കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുക? ശക്തമാക്കുക. പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ ശക്തമാക്കുക. അവസാനമായിട്ട് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കൃഷി സമൃദ്ധി എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതിയാണ്. സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് കൃഷി സമൃദ്ധി എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 ഫെബ്രുവരി 1-നാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട കൃഷി സമൃദ്ധി എന്ന് പറയുന്ന കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി. തുടർന്ന് നമ്മൾ പരിചയപ്പെട്ടത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്നാമത്തെ ലക്ഷ്യം പരിചയപ്പെട്ടത് കാർഷിക സാക്ഷരതാ യജ്ഞമാണ്. പിന്നെ ഭക്ഷ്യവിള ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിപ്പിക്കുക. പിന്നെ യോഗ്യമായ മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി എന്ത് ചെയ്യുക? വ്യാപിപ്പിക്കുക. അതിലൂടെ വരുമാനം എന്താക്കുക? ഇരട്ടിയാക്കുക. അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പ്രാദേശിക വിപണന കേന്ദ്രങ്ങളൊക്കെ എന്താണ്? ശക്തമാക്കുക. പിന്നെ അവസാനം പരിചയപ്പെട്ടത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കൃഷി സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കാർഷിക സാക്ഷരതാ യജ്ഞം, ഭക്ഷ്യവിള ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത,
യോഗ്യമായ മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുക, വരുമാനം ഇരട്ടിയാക്കുക, യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ ശക്തമാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. കൃഷി സമൃദ്ധി എന്ന് പറയുന്ന കർമ്മ പദ്ധതി 2025 ഫെബ്രുവരി 1 ഉദ്ഘാടനം ചെയ്തത്. ആ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 ക്ലാസ്സിലൂടെയായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരിക. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ഈ പറയുന്ന പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക്, കേരളവുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് പൂർത്തീകരിക്കാം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സർക്കാരിന്റെ വിവിധ ചികിത്സാ സഹായ പദ്ധതികളാണ്. ധാരാളം ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.